ഗോസിപ്പ് വ്യൂവേഴ്സിനും നമ്മുടെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, 2013 ഒരുപാട് ഫിലിംസുകൾ ഇറങ്ങി, നമുക്ക് ഒരു ലോഡ് ഗോസിപ്സ് കിട്ടി. അപ്പൊ നമുക്ക് ഇനി പ്രാർത്ഥിക്കാം 2014 ഒരുപാട് ഫിലിംസുകൾ ഇറങ്ങട്ടെ, ഒരുപാട് ഗോസിപ്പ് നമുക്ക് പറയാൻ കുശുമ്പ് കുന്നായ്മയൊക്കെ കുറെ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും 2013 ടിഷ് പറഞ്ഞു വിട്ടു. 2014 ടിഷ് വരവേറ്റിരിക്കുകയാണ്. ഒരു നാടക മൂഡിലൊക്കെ തുടങ്ങാം. ഓക്കെ, എനിവേസ് ലെറ്റ്സ് സ്റ്റാർട്ട് എപ്പിസോഡ് ഓഫ് ഗോസിപ്പ്. 2013 നോക്കിയാല് നമ്മുടെ ഇന്ത്യൻ സിനിമ 100ാമത്തെ വർഷം ആഘോഷിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം അത്രയ്ക്കും ഫിലിംസുകൾ ഇറങ്ങി, ഒരുപാട് ലൈക്ക് ഇന്ത്യയിൽ ഒരുപാട് ഫിലിംസുകൾ ഇറങ്ങുന്നുണ്ട്. ലൈക്ക് ബാക്കിയുള്ള കൺട്രീസ് സഹിതം ഇന്ത്യൻ ഫിലിംസിന് നോക്കാറുണ്ടെന്ന്, ബിക്കോസ് അത്രയ്ക്കും നല്ലതാണ് ഇന്ത്യൻ ഫിലിംസ് എന്ന് പറയാനുണ്ട്. അതായത് ഇന്ത്യൻ ഫിലിംസ് ഇങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ മലയാളികൾക്ക് കുറച്ചും കൂടെ സന്തോഷിക്കാം. കാര്യം എന്ന് വെച്ചാൽ 2013 ഏറ്റവും കൂടുതൽ ഫിലിംസ് ഇറങ്ങിയത് നമ്മുടെ മലയാളത്തിലാണ്. യെസ്, നമ്മുടെ മലയാളത്തിലാണ്. അതായത് കഴിഞ്ഞ വർഷം 2012 കഴിഞ്ഞ വർഷം നമ്മൾ 2014 ഹാങ് ഓവർ മാറുന്നില്ലെന്നേ. 2012 100 സിനിമകളെ മലയാളത്തിൽ ഇറങ്ങിയുള്ളൂ. 2013 100.5 സെഞ്ചുറി, അതായത് 153 ഫിലിംസുകളാണ് മലയാളത്തിൽ ഇറങ്ങിയത്. നമ്മൾ തൊട്ട് പിറകെ നിൽക്കുന്നത് നമ്മുടെ തമിഴ് ഫിലിമാണ്. 146 ഫിലിംസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ളൂ. മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയത്. നമ്പറിൽ മാത്രമല്ല, കുറേ സ്പെഷ്യാലിറ്റീസും മലയാളത്തിലുണ്ട്. അതായത് റേറ്റിംഗിലും സാറ്റലൈറ്റും ഒക്കെ സ്കോർ ചെയ്തത് നമ്മുടെ മലയാളത്തിലാണ്. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫിലിമിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ചാനലുകാർ സാറ്റലൈറ്റ് കൊടുത്ത് ആ ഫിലിം അങ്ങ് വാങ്ങും, വിലക്ക് വാങ്ങിക്കുന്നത്. ഇത്ര കോടി ലൈക്ക് ലക്ഷങ്ങൾ കൊടുത്താണ് മേടിക്കുന്നത്. ലൈക്ക് സൂപ്പർ താരങ്ങളൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ അത് കോടികൾ കൊടുത്ത് മേടിക്കും. അത് ആക്ച്വലി അവർക്ക് ചാനലുകാർക്ക് എങ്ങനെ തിരിച്ച് പൈസ കിട്ടുന്ന വെച്ചാൽ ടെലികാസ്റ്റ് ചെയ്താണ് പൈസ തിരിച്ച് കിട്ടുന്നത്. അവർക്ക് എത്ര ടെലികാസ്റ്റിംഗ് ചെയ്താൽ ഇത്ര തിരിച്ച് രൂപ കിട്ടും നമുക്ക് അറിയത്തില്ല, അത്രയും ടെലികാസ്റ്റ് ചെയ്യും. പക്ഷേ അതാണ് സാറ്റലൈറ്റിന്റെ കാര്യങ്ങൾ. പിന്നെ റേറ്റിംഗ്, ഒരു ഫിലിം റേറ്റ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഫിലിം റേറ്റ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ വർഷം 4 സൂപ്പർ താരങ്ങളുടെ ഫിലിമാണ് ലൈക്ക് 5 കോടി രൂപ കൊടുത്ത് സാറ്റലൈറ്റുകൾ ഏറ്റുവീഴ്ച ഒരു ചാനലുകൾ വാങ്ങിച്ചത്. ലൈക്ക് ഇങ്ങനെ സാറ്റലൈറ്റ് വാങ്ങിക്കുന്നത് കാരണം ഉപകാരം, നമ്മുടെ മലയാള സിനിമയിൽ ഉപകാരം എന്ന് വെച്ചാൽ, അതായത് ഈ സാറ്റലൈറ്റ് വാങ്ങിച്ചതിന് ഒരു 5 മാസത്തിൽ ഇപ്പോൾ ഏതെങ്കിലും സീസൺ വരുന്നു, നമ്മുടെ ക്രിസ്മസ് ഓണം എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ടെലികാസ്റ്റ് ചെയ്യുമ്പം വ്യാജ സീഡികളുടെ എണ്ണവും കുറവാകുന്നുണ്ട്. യെസ്, അപ്പം പണ്ട് കാലത്തിലൊക്കെ ഫിലിംസ് ഒക്കെയാണ്, ലൈക്ക് ഫിലിം എടുക്കുന്ന റീലൊക്കെയാണ്. ഇപ്പം ഡിജിറ്റൽ ആയതോടെ ഭയങ്കര ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഫിലിമിൽ ഇങ്ങനെ കൂടി വരികയാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ കാശ് വരുന്നതെന്ന് പറയാം. എന്തായാലും നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ടല്ലോ, ആര് കാശ് വരെയും ഇല്ലെങ്കിലും നമുക്ക് ഒരുപാട് ഗോസിപ്പുകൾ കിട്ടും. എന്തായാലും ഈ സന്തോഷ വാർത്തയാണ് നമ്മുടെ ഗോസിപ്പിലെ ആദ്യത്തെ വാർത്ത. ഈ സന്തോഷം നമുക്ക് നല്ലൊരു സോങ് കണ്ടാലോ? യെസ്, ഡു ചെക്ക് ഔട്ട് ആൻഡ് കം റൈറ്റ്. നമ്മുടെ കാർത്തിയുടെ പുതിയ ചിത്രമില്ലേ ബിരിയാണി, അതിപ്പോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫിലിമാണ്, നല്ല അഭിപ്രായമൊക്കെ. നമ്മുടെ അനുഷ്കയുണ്ട് അല്ലേ? ഹൻസിക ഇല്ല, എനിക്ക് എപ്പോഴും മാറിപ്പോകും. ലൈക്ക് നമ്മുടെ ഹൻസികയുണ്ട്, നമ്മുടെ കാർത്തി ഉണ്ട്. കാർത്തി അറിയാലോ, നമ്മുടെ സൂര്യയുടെ ബ്രദറാണ് കാർത്തി. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പം അറിയാലോ മറ്റേ ദീപാവലി റിലീസായ അത് വലിയൊരു സംഭവമായിട്ടൊക്കെ ഇറങ്ങിയാണ്. എല്ലാവർക്കും വളരെയധികം പ്രതീക്ഷ ഉണ്ടാകുന്നത്. അതിന്റെ കാര്യത്തിന് വേണ്ടി, അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മുടെ കാർത്തി ട്രിവാൻഡ്രത്തൊക്കെ വന്നില്ലേ? നമ്മുടെ ശ്രീകുമാർ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഒരു പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ. അത്രയും വലിയ സംഭവമായിട്ട് ഇറങ്ങിയിട്ട് പടം അങ്ങോട്ട് ഏറ്റില്ലല്ലേ? ഓൺലൈൻ. പക്ഷേ ബിരിയാണി ഇപ്പൊ സൂപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ഇപ്പൊ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അറിയാലോ, മണിരത്നത്തിന്റെ അസോസിയേറ്റ് ആയി വർക്കാണ് കാർത്തിക്. ആ ടൈമില് ബോളിവുഡിൽ നിന്നൊരു വിളി ഉണ്ടായിരുന്നു. അനുരാഗ് കശ്യപ്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആ പുള്ളിക്കാരൻ വന്നിട്ട് കാർത്തി എടുത്ത് അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പം എന്ത് പറഞ്ഞു? പുള്ളിക്കാരൻ ഇങ്ങനെ ബോളിവുഡ് വലിയ താല്പര്യമില്ല. കാരണം എന്താന്ന് വെച്ചപ്പോഴത്തേക്കും ലാംഗ്വേജും അവിടെയുള്ള സ്വഭാവം, കൾച്ചേഴ്സ്. ബിക്കോസ് എന്ന് വെച്ചാല് നമുക്ക് തമിഴ് അല്ലെങ്കിൽ മലയാളം ഈസി ആയിട്ട് പോകുന്നവർക്ക് പോലെ അത്ര ഈസി ആയിട്ട് വരുന്നവർക്ക് ഹിന്ദി കുറച്ചങ്ങ് പാടായിരിക്കും, എന്നെ പോലെ. പക്ഷെ നമ്മുടെ സൂര്യ അങ്ങനെയൊന്നുമല്ല കേട്ടോ. സൂര്യനെ അറിയാലോ, രക്തചരിത്രം ബോളിവുഡിൽ ആദ്യമായിട്ട് ചെയ്ത് അത് നല്ല രീതിയിൽ നല്ല ഫിലിമായിരുന്നു. പുള്ളിക്കാരൻ അങ്ങനത്തെ ഈ ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓരോരുടെയും ഓരോ ഡിഫറൻസ് അല്ലേ, നോട്ടങ്ങൾക്കും ഭാവങ്ങൾക്കും ഡിഫറൻസ് ഉണ്ട്. പക്ഷെ സൂര്യക്ക് ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ കാർത്തിക്ക് കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ വർഷം കാർത്തിക് കുറച്ച് ഹിന്ദിയൊക്കെ പഠിച്ച് എന്താണ് കാര്യങ്ങളൊക്കെ പഠിച്ച് ചിലപ്പോൾ മേ ബി മനസ്സ് മാറിയിട്ടും ബോളിവുഡ് ചെയ്യുമെന്ന്, എന്തായാലും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സമയത്ത് ഒരു കാർത്തിയുടെ ഒരു കിട്ടുന്ന സോങ് ഉണ്ടല്ലോ. സോ ഡു ചെക്ക് ഔട്ട് ആൻഡ് കം റൈറ്റ് ബാക്ക്.
ബഷി, നമ്മുടെ ബോളിവുഡിലെ ഹോട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പൂനം പാണ്ഡെ പൂനം പാണ്ഡെ മാത്രമല്ല ഇപ്പൊ ആ ലിസ്റ്റിൽ ഷെർലിൻ ചോപ്രയുണ്ട്. ഓർമ്മയുണ്ട് നമ്മുടെ കാമസൂത്ര ഫിലിമിന് വേണ്ടിയിട്ട് ഒരു തൂണിൽ ഒരു ചെറിയൊരു തുണിയുടെ മറവിലൊക്കെ പുള്ളിക്കാരത്തെ മാനം കാത്തു. പിന്നെ ബോഡി പെയിന്റിങ്സ് കൊണ്ട് കപ്പിന്റെ മറവിൽ മാനം കാത്തു. അതാണ് ഷെർലിൻ. നമ്മുടെ പൂനം പാണ്ഡെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലക്സ് ബോർഡിന്റെ മറവിലാണ് മാനം കാത്തത്. അതിനുശേഷം എന്താണ് നമ്മുടെ വേൾഡ് കപ്പ് ജയിച്ചാൽ തുണി ഉരിഞ്ഞ് നടക്കും. സച്ചിൻ വിരമിക്കുന്ന സമയത്ത് സച്ചിൻ വിരമിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റേഡിയത്തിൽ തുണി ഉരിഞ്ഞ് നിൽക്കും എന്ന് പറഞ്ഞ് ഓടും എന്തൊക്കെ പറഞ്ഞു. ലാസ്റ്റ് സച്ചിന്റെ ടാറ്റു കയ്യിലടിച്ചു പൂനം പാണ്ഡെ. ഏറ്റവും വിചിത്രമായി അതിൽ ബഷീയുടെ പ്രതീക്ഷകളൊക്കെ 2013 പോയി. ഓക്കെ, എന്തായാലും രണ്ടുപേരും ടോപ്പ് ഹോട്ടായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ക്രിസ്മസ് വിഷസിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തു. ഇവർ രണ്ടുപേരുടെ കഴിഞ്ഞ വർഷം 2013 ക്രിസ്മസ് വിഷസിന് വെയിറ്റ് ചെയ്തപ്പം നമ്മുടെ ഷെർലിൻ ചോപ്ര എല്ലാവരും നിരാശപ്പെടുത്തി. മാന്യമായി ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവർക്കും ക്രിസ്മസ് വിഷസ് ട്വിറ്ററിലൂടെ കൊടുത്തു. അങ്ങനെ ഷെർലിൻ ചോപ്ര. പക്ഷേ നമ്മുടെ പൂനം പാണ്ഡെ അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുത്തില്ല. എല്ലാവർക്കും വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്. എന്തായാലും എല്ലാവർക്കും ഇങ്ങനെ വിഷസൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി ഒരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്തു. ക്രിസ്മസ് സെപ്പറേറ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഉണ്ടായിരുന്നത് തലയിൽ മാത്രമായിരുന്നു. എന്തായാലും ഇത് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ അങ്ങ് ബിക്കോസ് കുറെ ലൈക്സും കിട്ടി. ഇത് എന്തായാലും പ്രേക്ഷകർ കാണട്ടെ. എന്തായാലും ഈ ഹാങ് ഓവർ ആണ്. എനിക്ക് ഒട്ടും ഹാങ് ഓവർ മാറുന്നില്ല. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ഗോസിപ്പ്.